എല്ലാവർക്കും ഉണർവ് 2025 സ്വാഗതം. നമ്മൾ ഇന്നായിരിക്കുന്നത് നമ്മുടെ ഇടവകയിലെ മലയോര പ്രദേശമായ കുന്നത്തുകുടിയിലാണ്. നാനാജാതി മതസ്ഥരായ ജനങ്ങൾ പരസ്പര സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി അധിവസിക്കുന്ന ഒരിടം കൂടിയാണ് ഈ കുന്നത്തുകുടി എന്ന് പറയുന്നത്. അവരുടെ കൂട്ടായ്മയും ഒത്തൊരുമയും എപ്രകാരം ഉണ്ടെന്ന് നമുക്കൊന്ന് നേരിട്ട് വീക്ഷിക്കാം. വാഴ്ത്തിയിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിയിടുന്നു ഞാൻ. വാഴ്ത്തിയിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിയിടുന്നു ഞാൻ. കുന്നത്തുകുടിയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പാചകം ചെയ്യുന്നത് നമ്മൾ കപ്പയാണ്. നമുക്ക് എല്ലാവർക്കും സ്വാദിഷ്ടമായ ഒരു കപ്പയും ചമ്മന്തിയും ഒരു കട്ടൻ ചായയും നമുക്കൊന്ന് കുടിച്ച് ഇന്ന് ഈ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിൽ നമുക്ക് കൂടെ ചേരാം. ഈ കപ്പ എന്ത് കപ്പയേട്ടാ? ഈ കപ്പ ശീലോം കപ്പയാണ്. നമുക്കിത് പെട്ടെന്ന് വേവുന്നതാണോ? എങ്ങനെയാണ്? പെട്ടെന്ന് വേവും. വെള്ളത്തിലിട്ടാൽ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നല്ല കാര്യം, നല്ല സന്തോഷം. നമുക്കൊരു പാട്ടൊക്കെ ഒന്ന് പാടി ഇതങ്ങ് ചെയ്താലോ, ഒന്ന് ഉത്സവമാക്കാം. എന്താ ഒരു പാട്ട് പാടാം? ആരാ പാടണേ? പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ.
നമ്മുടെ കപ്പ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഷൈനി ചേച്ചിയും ജോസേട്ടനും ഇവിടെ കൂടി നല്ലൊരു ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണം അടിച്ചിട്ട് എൻ്റെ വായിന്ന് വെള്ളം വരുക. അത്രയ്ക്ക് സുന്ദരമായ ചമ്മന്തി, നല്ല സ്മെല്ലും ഉണ്ട്. നമ്മളിന്ന് ഈ കപ്പ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചേട്ടന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ചേട്ടന്റെ പേരൊന്ന് പറയാമോ? സാജു. ചേച്ചിയുടെ പേരോ? ഷൈനി. ചേട്ടൻ എന്താ ചെയ്യുന്നേ? ടാപ്പിംഗ് ആണ്. ചേച്ചിക്ക് കമ്പനി പോകുന്നുണ്ട്. ഇവിടെ മക്കൾ എത്ര പേരാ? 3 പേര്. അവരാരൊക്കെയാ? പേരൊക്കെ ഒന്ന് പറയാമോ? പെൺപിള്ളേരെ 3 പേര്. 3 പെൺപിള്ളേരാ. മൂത്തയാളുടെ ഒരു നീനു, രണ്ടാമത്തെ ആള് നീതു, മൂന്നാമത്തെ ആള് നിമ്മി. അവര് പഠിക്കുവാണോ? 3 പേരും കെട്ടി. 3 പേരും കല്യാണം കഴിച്ചു. ഇവിടെ എങ്ങോട്ടേക്കാ കല്യാണം കഴിപ്പിച്ചു വിട്ടെ? നേര്യമംഗലം. മൂത്തയാള് നേര്യമംഗലം. അല്ല, ഇളയാള് നേര്യമംഗലം. മൂത്തയാള് കണ്ണൂര്. രണ്ടാമത്തെ ആള് നേര്യമംഗലം. ഇളയാള് കോതമംഗലം. ചെറുവള്ളി ഇടവകയല്ല, അതിന്റെ അടുത്താണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ. സന്തോഷമായിട്ട് പോകുന്നു. എന്നാൽ മക്കൾ കൂടെ ഇല്ലാത്തതിന്റെ ഒരു സങ്കടങ്ങളുണ്ട്. സങ്കടങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. നമ്പുരാൻ നേരിട്ട് ഇടപെടട്ടെ കേട്ടോ. അപ്പൊ സന്തോഷം. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമ്മള് പോകുന്നത് ചേച്ചിയുടെ പേരൊന്ന് പറഞ്ഞേ. മറിയാമ്മ. മറിയാമ്മ ചേച്ചി ജോലി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? മക്കൾ എത്ര പേരാ? ഒരാള്. മോനോ മോളോ? മോനാണ്. കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞു മോളുണ്ട്. മോൻ എന്താ ചെയ്യണേ? മോൻ വയറിങ്ങിന് പോവാ. പ്ലംബിംഗ് ഒക്കെ. പറഞ്ഞോ? പറയാമ. എന്നാ അമ്മച്ചി ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. ജോലി അങ്ങനെ തൊഴിലുറപ്പ് അങ്ങനെ എന്തിനൊന്നും പോകണം. സ്വസ്ഥമാണ്. കൊച്ചുമക്കളൊക്കെ ഉണ്ട്. കൊച്ചുമക്കളെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. ഇവിടെയോ? തങ്കമ്മ. ഇങ്ങനെ തന്നെ കൊച്ചുമക്കളെയൊക്കെ നോക്കി സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഇവിടെ എന്റെ പേര് മേരി. എനിക്ക് 2 ആമക്കള്. 2 ആമക്കള്. ദിലീഷ്, ദിലീപ്. ഞാൻ വീട്ടുപണിക്ക് പോകുന്ന കൊച്ചുമക്കളൊക്കെ ഉണ്ടോ? കൊച്ചുമക്കളുണ്ട്. അപ്പൊ വീട്ടുപണി കഴിഞ്ഞാൽ പിന്നെ കൊച്ചുമക്കളുടെ പണിയാണ്. അവരെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. നോക്കിയിരിക്കൊന്നും വേണ്ട, അവര് വലിയ പിള്ളേരായി. അപ്പൊ കുഴപ്പമില്ല. ഒരാള് 9ല്. ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചേച്ചിമാര് കഴിഞ്ഞു. ചേട്ടന്മാരിലേക്ക് പോവാണ്. 2 പേര് ഇവിടെ കപ്പയുടെ അടുത്ത്. 2 പേര് കപ്പയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ചേട്ടന്റെ പേര് പറഞ്ഞോ? പൗലോസ്. പോകുന്നില്ല, വീട്ടിലാണ്. വീട്ടിലെ പണികളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോകുന്നു. ടീച്ചർക്ക് മാത്രം. ചേട്ടന്റെ പേര് പറഞ്ഞു? കുര്യാക്കോസ്. ചേട്ടൻ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ട്? തൊഴിലുറപ്പിന്റെ പണിയാണ്. അതോ പണിക്ക് പോകുന്നുണ്ട്? മക്കളൊക്കെ? 2 പേര്. ചേച്ചി ഇവിടെ ഉണ്ട്. മോർ ബഹനാം കുടുംബ യൂണിറ്റിന്റെ ഭാഗമായ കുന്നത്തുകുടിയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരവും കേട്ടത്. സ്വാദിഷ്ടമായ കപ്പയും ചമ്മന്തിയും കട്ടൻ കാപ്പിയും കുടിച്ച് ഞങ്ങൾ ഒരുമിച്ച് പാചകം ചെയ്ത് സന്തോഷത്തോടു കൂടി വർത്തമാനങ്ങൾ പറഞ്ഞു പാട്ടുപാടി അങ്ങനെ രസകരമായ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ പുതിയ വ്യക്തികളുമായിട്ട് നമുക്ക്
കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.